പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദൈവചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്ന വിഷയം ദൈവഭയം. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ഭയപ്പെടേണ്ടത്? നാം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തെ ഭയപ്പെടണമെന്ന്. ഏത് മതസ്ഥരായാലും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒരു ദൈവഭയമൊക്കെ വേണം കേട്ടോ. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ഭയപ്പെടുന്നത്? ബൈബിൾ ഇപ്രകാരം പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. അതെ, കർത്താവിനെ ഭയപ്പെടേണ്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് എല്ലാവരോടും പറയുന്നത്, ദൈവത്തെ ഭയപ്പെടണം. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ഭയപ്പെടുന്നത്? നമ്മുടെ ദൈവം മുഖപക്ഷം കൂടാതെ പാപത്തിന്മേൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ കൺമുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് നാം ദൈവത്തെ ഭയപ്പെടണം. ദൈവം നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് നാം ദൈവത്തെ ഭയപ്പെടണം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, അല്ലെങ്കിൽ നമ്മുടെ സംസാര രീതി ഒരുപക്ഷെ നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ മാതാപിതാക്കൾക്കോ നമ്മുടെ പാർട്ട്ണർക്കോ ആർക്കും അറിയില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെ നന്നായി അറിയാവുന്ന നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിലാണ് നാം നിൽക്കുന്നത്. അതുകൊണ്ട് നാം ദൈവത്തെ ഭയപ്പെടണം. അതുകൂടാതെ ആ ഒരു ന്യായവിധി ദിവസത്തിൽ, ദൈവത്തിൻ്റെ ന്യായവിധി ദിവസത്തിൽ നാം എല്ലാവരും നിൽക്കേണ്ടതുണ്ട്. അന്ന് പ്രാഗൽഭ്യത്തോടെ നിൽക്കണമെങ്കിൽ നാം ദൈവത്തെ ഭയപ്പെട്ട് ഇന്നായിരിക്കണം. ആ ന്യായവിധി ദിവസം ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നാം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കേണ്ടതുണ്ട്. ദൈവവചനം ഇപ്രകാരം പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അതെ, നാം നല്ലത് ചെയ്താലും ചീത്ത ചെയ്തിരുന്നാലും എന്തായാലും നമ്മൾ ഒരു ദിവസം ആ ന്യായവിധി ദിവസത്തിൽ നമ്മളെല്ലാവരും നിൽക്കേണ്ടതാണ്. നമ്മുടെ ദൈവം മുഖപക്ഷം നോക്കാതെ പാപത്തിന്മേൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്. ബൈബിളിൽ പഴയ നിയമത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്. നോഹയുടെ കാലത്ത് നോഹയുടെ തലമുറ പാപം ചെയ്തപ്പോൾ ആകെ 8 പേരെ പെട്ടകത്തിൽ കയറ്റി ബാക്കിയുള്ള ശേഷിക്കുന്നവരെ നാമാവശേഷമാക്കിക്കൊണ്ട് ന്യായം വിധിക്കാൻ മടിക്കാത്തൊരു ദൈവത്തെ നാം കാണുന്നുണ്ട്. അതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ച് പാപം ചെയ്ത അനന്യാസിനോടും സബീറയ്ക്കും ബാല്യക്കാരെ കൊണ്ട് ഒരു ശവക്കുഴി വെട്ടിച്ച ദൈവം. അതെ, നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ച് നമ്മെ കരുതിയ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എങ്കിലും ദൈവത്തിൻ്റെ കൽപ്പനകൾ വിട്ട് ദൈവത്തെ മറുതലിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു ന്യായവിധി ഒരുക്കിയിട്ടുണ്ട്. ആ സമയം ദൈവം അതിലൊരു മുഖപക്ഷം കാണിക്കത്തില്ല. ദൈവം ന്യായം വിധിക്കുമ്പോൾ അതൊരു നീതിമാനായ ദൈവമായതുകൊണ്ട് നീതിയോടെ ന്യായം വിധിക്കും. അതുകൊണ്ടാണ് നാം നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഓരോ ദിവസവും ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം നമുക്കില്ല എങ്കിൽ ആ ന്യായവിധി ദിവസത്തിൽ നമുക്ക് പ്രാഗൽഭ്യത്തോടെ നിൽപ്പാൻ കഴിയുകയില്ല. അന്ന് നമുക്ക് പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ നാം ഇവിടെ ചെയ്ത എല്ലാ സൽപ്രവർത്തികൾക്കും, എല്ലാ ആരാധനകൾക്കും, എല്ലാ ദശാംശത്തിനും ഒരു വിലയും ഉണ്ടാകില്ല. അതൊന്നും നമ്മളെ രക്ഷിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണം. അതിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാനുള്ള കൃപയ്ക്കായി. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.